KT ജലീൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ജലീൽ, താങ്കൾ കഴിഞ്ഞ കുറേ നാളുകളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ആരോപണങ്ങൾ, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഫിറോസിനെതിരെയുള്ള ചില വസ്തുതകൾ. ഇന്നലെ ഫിറോസ് ഇതിന് മറുപടി നൽകുമ്പോൾ താങ്കൾക്ക് ആ കാര്യത്തിൽ വ്യക്തത വന്നോ? താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പൊതുസമൂഹത്തോട് വിശദീകരിക്കാനുള്ള കാര്യങ്ങളെല്ലാം PK ഫിറോസ് വിശദീകരിച്ചു എന്ന് കരുതുന്നുണ്ടോ? കഴിഞ്ഞ 20 വർഷക്കാലമായി അദ്ദേഹം MSFന്റെ സംസ്ഥാന നേതൃത്വത്തിലും യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലും ഇരിക്കുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്ന് UDFന്റെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മത്സരിച്ച് തോറ്റയാളാണ്. അദ്ദേഹം കേവലം ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടിയുടെ യുവജന നേതാവാണ്. ആ നേതാവ് വളരെ പെട്ടെന്ന് കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതയിൽ ഒരുപാട് സ്വത്തിൻ്റെ ഉടമസ്ഥനായി കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് ബിസിനസ്സുകളിൽ അദ്ദേഹത്തിന് ഷെയറുണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ ബിസിനസ്സുകളിലെ ഷെയർ മാത്രമാണ് അദ്ദേഹം സമ്മതിച്ചിട്ടുള്ളത്. അദ്ദേഹം തന്നെ അപ്പോൾ പറഞ്ഞു, എനിക്ക് പല ബിസിനസ്സുകളിലും ഷെയറുണ്ട്, ഞാൻ പല ബിസിനസ്സുകളും നടത്തുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഇനി എന്നെക്കൊണ്ട് അത് പറയിപ്പിച്ച് അംഗീകരിക്കുക എന്നുള്ളതിന് പകരം ഏതൊക്കെ ബിസിനസ്സിലാണ് തനിക്ക് പങ്കുള്ളത് അത് അദ്ദേഹം വ്യക്തമാക്കണം. UAEയിൽ ഇന്ന ബിസിനസ്സുകളിൽ എനിക്ക് പങ്കുണ്ട്, എൻ്റെ പേരിലല്ല അത് എങ്കിൽ പോലും ഞാൻ അതിൻ്റെ പാർട്ട്ണറാണ്. ഗൾഫിലെ മറ്റു രാജ്യങ്ങളിൽ, ഖത്തറിൽ എനിക്ക് ഇന്ന ബിസിനസ്സിൽ പങ്കുണ്ട്, കുവൈറ്റിൽ എനിക്ക് ഇന്ന ബിസിനസ്സിൽ പങ്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞാൽ പിന്നെ ഞാനിത് അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല, എനിക്കും വളരെ ഭാരം കുറഞ്ഞു കിട്ടും. അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യേണ്ടത് തനിക്ക് എത്ര ബിസിനസ്സുകളുണ്ട്. എല്ലാ യൂത്ത് ലീഗുകാരോടും ബിസിനസ്സുകാരാവാൻ അദ്ദേഹം ഉപദേശിച്ച സാഹചര്യത്തിൽ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു മുഴുസമയ പ്രവർത്തകനായ അദ്ദേഹം ഒരുപാട് ബിസിനസ് നടത്തുന്നതിൻ്റെ തന്ത്രം എന്താണ് എന്ന് യൂത്ത് ലീഗിൻ്റെ സഹഭാരവാഹികൾക്കും മറ്റു പ്രവർത്തകർക്കും പറഞ്ഞു കൊടുത്താൽ അത് അവർക്കും സാമ്പത്തികമായിട്ടുള്ള അഭ്യുന്നതി നേടാൻ ഏറെ സഹായകമാകും. സത്യത്തിൽ ഇതൊക്കെ തന്നെ അദ്ദേഹം സമ്മതിക്കുന്നത് സ്വയം അല്ല. എല്ലാ കാര്യങ്ങൾക്കും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ആളാണ് ശ്രീ ഫിറോസ്. പക്ഷേ ഒരു ഘട്ടത്തിലും തൻ്റെ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഞാനും കൂടി പങ്കാളിത്തമുള്ള സ്ഥാപനം ഇന്ന് ആരംഭിക്കുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായ സഹകരണവും ഉണ്ടാവണം എന്ന് സ്വാഭാവികമായും നമ്മളെല്ലാവരും ചെയ്യും. പക്ഷേ അദ്ദേഹം അതൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇതൊക്കെ നിയമവിധേയമാണ്. നിയമവിധേയമാണെങ്കിൽ എന്തിനാണ് അദ്ദേഹം മറ്റൊരാളുടെ പേരിൽ ഇതൊക്കെ തുടങ്ങുന്നത്? സ്വന്തം പേരിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങാത്തത്?